റിപ്പോർട്ട് ചെയ്യുന്നു. വോട്ടെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. നമുക്ക് അശ്വതിയിലേക്ക് പോകാം, കൊച്ചിയിലേക്ക്. അശ്വതി, കൊച്ചിയിൽ എറണാകുളത്തെ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷമുള്ള പ്രതികരണങ്ങൾ ഏത് വിധത്തിലാണ്? സ്ഥാനാർത്ഥികളും മുന്നണികളും എങ്ങനെ പ്രതികരിക്കുന്നുണ്ട്? പ്രത്യേകിച്ച് കൊച്ചിയിലും ആലപ്പുഴയിലുമൊക്കെ മികച്ചൊരു പോളിംഗ് ശതമാനം കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമുള്ള മുന്നണിയുടെ കണക്കുകൂട്ടലുകൾ എന്താണ്? ഫിജി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ശതമാനത്തിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ വിലയിരുത്തലുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് നേട്ടമാകുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. അതായത് LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എറണാകുളം ഒരു കോൺഗ്രസ് മണ്ഡലമാണെങ്കിൽ കൂടിയും ഇതാണ് അവർ ഈ KJ ഷൈൻ ഉൾപ്പെടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്നത്. 2019 എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ 77.63% വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണ 68.27% വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. 72.81% പോൾ ചെയ്ത പറവൂർ നിയോജക മണ്ഡലത്തിനാണ് ഏറ്റവും കൂടുതൽ വോട്ട്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വൈപ്പിനിൽ 71%, കളമശ്ശേരിയിൽ 70% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഈ ലത്തീൻ ക്രൈസ്തവരും മുസ്ലിങ്ങളും കൂടുതലുള്ള ഈ 3 മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കൂടിയത്. ആ 3 മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ട്. ഇത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പോളിംഗിലൂടെ വലിയ പ്രതികരണം ഉണ്ടാക്കിയതാണ് വ്യക്തമാകുന്നത്. അത് എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീരദേശ മേഖല കൂടിയാണ്, തീരദേശ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അദ്ദേഹം ഇന്നലെ വോട്ട് ചെയ്യാൻ എത്തിയത് ഹൈബി ഈഡനോട് ഒപ്പമാണ്. അപ്പോൾ ഹൈബി ഈഡൻ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അത് ഒരു വലിയ സന്ദേശം ജനങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗിൽ അതിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഈ നഗര ഹൃദയത്തിലാണ്, അതായത് എറണാകുളം മേഖലയിലാണ്, എറണാകുളം നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നഗരത്തിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ഉണ്ടായിട്ടില്ല. ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് കൂടുതൽ പോളിംഗ് ഉണ്ടായിട്ടുള്ളത്. ഒരു 62.42% മാത്രമാണ് ഈ നഗരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബൂത്ത് തലം മുതലുള്ള വോട്ട് വിഹിതം സംബന്ധിച്ച് ഇരു മുന്നണികളും ഇപ്പോഴും ഇങ്ങനെ ഈ കൂട്ടിക്കിഴിച്ച് ഒത്തുനോക്കുകയാണ്. രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബൂത്ത് തലങ്ങളിൽ ഒക്കെ പോയി, അതായത് തങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള പ്രവർത്തകരെ ഒക്കെ നേരിട്ട് ഒന്നുകൂടി കാണാനും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ അവരുടെ എല്ലാ പരിപാടികളും നടക്കുന്നത്. KJ ഷൈൻ രാവിലെ തൃപ്പൂണിത്തുറയിലാണുള്ളത്. തൃപ്പൂണിത്തുറയിലാണ് അവർ രാവിലെ പ്രവർത്തകരെ നേരിട്ട് കാണുകയും നന്ദി പറയുകയും ചെയ്തത്. കാരണം ഇത്രയും നാൾ ഈ പ്രചരണത്തിന് ഒപ്പം കൂടുന്ന എല്ലാവരെയും നേരിട്ട് കണ്ട് നന്ദി പറയുക എന്നതാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ തിരികെ പോളിംഗിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടെങ്കിലും ഈ വർദ്ധിത ഭൂരിപക്ഷത്തോടെ മണ്ഡലം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. ഈ പോളിംഗ് ശതമാനം കുറഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എറണാകുളത്ത് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് LDF ആണ്. ഇത്തവണയും പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് LDF ഒരു ആത്മവിശ്വാസമായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളത്ത് കള്ളവോട്ട് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. 3 പരാതികളാണ് ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ അത് സമയത്തിനകം, അതായത് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാലക്കുടി മണ്ഡലത്തില് കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ചാലക്കുടി മണ്ഡലത്തിൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള, അതായത് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ആണ് ഇത്തവണ ഉള്ളത്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ഒരു ട്രെൻഡിനേക്കാളൊക്കെ കൂടുതൽ, അതിനേക്കാളൊക്കെ ഏറെ മുന്നിലായിരുന്നു കുന്നത്തുനാട് ഉണ്ടായിരുന്നത്. അത് 2020 ഗുണം ചെയ്യും എന്നാണ് 2020യുടെ ഒരു കണക്ക് കൂട്ടൽ. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മണ്ഡലം പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ നിയമസഭാ മണ്ഡലം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 2020യെ സഹായിക്കും എന്നാണ് നിലവിൽ അവരുടെ ഒരു കണക്കുകൂടൽ. അതാണ് ഈ ചാലക്കുടി മണ്ഡലവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാലക്കുടി മണ്ഡലത്തിൽ വലിയ പോളിംഗ് നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകളും മറ്റുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിജി.
ശരി, അശ്വതി കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് കാസർഗോട്ടേക്ക് പോകാം. ജോസഫ് വർഗീസ് ഉണ്ട് അവിടെ. ജോസഫ്, കാസർഗോഡ് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവർ ഈ വോട്ടിങ്ങിന് ശേഷം പ്രതികരിച്ചത്? ഈ ശതമാന കണക്കുകളിൽ എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും? ഫിജി, മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് മികച്ച പോളിംഗ് ആണ് കാസർഗോഡ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവസാന കണക്കുകൾ